ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്നൊരു സാത്താനിക് ഹൊറർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ പോകുന്ന ഒരു സാത്താനിക് റിച്വൽ മൂവിയാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഈ ലോങ് ലെഗ്സ്. പിന്നെ നമ്മുടെ ചാനലിലെ പരസ്യങ്ങൾ ഒരു പരസ്യമായിട്ട് കണ്ടാൽ മതി. അത് ഞാൻ രഹസ്യമായിട്ട് നിങ്ങളോട് പറയാണ്. ഇഷ്ടമായില്ലെങ്കിൽ കാണണ്ട, സ്കിപ്പ് ചെയ്തോളൂ. ഇതാ കമ്പനിക്കാർ കേൾക്കാണ്ടിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ അയാൾ വെളുത്ത നിറമുള്ള ഒരു വൈറ്റ് വീടിന് മുന്നിലായി ഈ കാർ നിർത്തിയിട്ട് അങ്ങനെ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ വീടിനകത്ത് നിന്ന് 9-10 വയസ്സ് കാണുന്ന ഒരു ചെറിയ പെൺകുട്ടി ഈ കാറ് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ കാറിനകത്ത് ആരെയും കാണുന്നില്ല. ഇവളെ ചുറ്റും പരിശോധിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ജടമുടിയൊക്കെ ഇട്ട് വെളുത്ത സാമ്യാരെ പോലൊരു മനുഷ്യൻ. ദ ഓൾമോസ്റ്റ് ബർത്ത്ഡേ ഗേൾ, ഇന്ന് ഞാൻ എന്റെ ലോങ് ലെഗ്സ് ധരിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് ആ വൃത്തിയില്ലാ മനുഷ്യൻ തല താഴേക്ക് കുനിയുമ്പോൾ അവിടെ വെച്ച് സീൻ കട്ട് ചെയ്തു. ഇത് പണ്ടുകാലത്ത് എപ്പോഴോ നടന്നൊരു സംഭവം. അതാണ് ഇങ്ങനെ ചതുരപ്പെട്ടി കാണിക്കുന്നത്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നായിക, അവളൊരു FBI ഏജന്റ് ആണ്. ഒരുപാട് പോലീസുകാരെ വിളിച്ചിരുത്തി വലിയൊരു പോലീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. സംഭവം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ഇവരെ പ്രദേശത്ത് എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അത് എവിടെയാണെന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വേണ്ട എവിഡൻസ് ഒന്നുമില്ല. പക്ഷെ ഏരിയ ഏതാണ്ട് പോലീസുകാർക്ക് അറിയാം. സോ ഓരോ പോലീസുകാരും ഓരോ സ്ഥലത്തും ചെന്ന് വീടുകളിൽ മുട്ടി ചോദിക്കണം. അയാൾ ഒരു മിഡിൽ ഏജ്ഡ് കൊക്കേഷ്യൻ മെയിലാണ്. ഇത് മാത്രമേ പോലീസിന് അറിയൂ. ആ രൂപത്തിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക. ഇതായിരിക്കും DGP പോലീസുകാരോട് പറയുന്നത്. എല്ലാവരും യെസ് സാർ, ഓൺ ഡ്യൂട്ടി സാർ എന്നൊക്കെ പറഞ്ഞ് വർക്കിനിറങ്ങും. ഹീറോയിനാണെങ്കിൽ ലേശം പേ പിടിച്ചൊരു മോന്തയും നടപ്പും നോട്ടമൊക്കെയാണ്. എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല. ചിലപ്പോൾ കെട്ടിയും ചത്ത വിഷമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ പെൺ പോലീസിനും ഒരു ചന്തക്കാരനും കൂടി ഒരു പ്രത്യേക വില്ലയാണ് പോലീസുകാർ ലൊക്കേഷനായിട്ട് കൊടുക്കുന്നത്. പോലീസുകാരൻ വന്ന ഉടനെ ഓരോ വീടുകളിലായിട്ട് ചെന്ന് ചോദിക്കുന്നു. അവൻ തിരിച്ചു വരുന്ന സമയത്ത് ഹീറോയിൻ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരു വീട്ടിലേക്ക് പ്രത്യേകമായി കുറെ നേരം നോക്കി നിന്നിട്ട് ആ വീട്ടിലാണ്, അവിടെയാണ് അയാളുള്ളതെന്ന് പറയും. ഉടനെ ആ കൊളീഗ് പോലീസ് അയാൾ ചോദിക്കും, അതെങ്ങനെ നിനക്ക് അറിയാന്ന്? അവള് പറയും, എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ബാക്കിയുള്ള പോലീസുകാർ ഇപ്പൊ തന്നെ വിളിക്കാം, എന്നിട്ട് ആ വീടിനകത്ത് കയറാന്ന് പറയും. പക്ഷെ അതിന് അയാൾ ചിരിച്ചിട്ട്, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ബാക്കപ്പിനെ ഒന്നും വിളിക്കാൻ പറ്റില്ല, നമ്മൾ സെർച്ചിങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നീ എന്തായാലും വെയിറ്റ് ചെയ്യ്, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം, പേടിക്കേണ്ട, റിലാക്സ് എന്നും പറഞ്ഞ് ഈ മനുഷ്യൻ പോകുന്നുണ്ട്. വളരെ നല്ല ജെന്റിൽമാൻ, നല്ലൊരു പോലീസുകാരനാ. പെണ്ണായിരുന്നെങ്കിൽ ലവായിരുന്നു. എന്ത് രസം അവന്റെ നടത്തം കാണാൻ. പക്ഷെ ഈ മണ്ടൻ അവള് പറയുന്നത് കേട്ടാ മതിയായിരുന്നു. ചെന്ന് ഡോറിൽ തട്ടിയിട്ട്, സർ ഞങ്ങൾ FBI പോലീസ് ആണെന്ന് പറഞ്ഞു തീരില്ല, അവന്റെ തല പൊളിഞ്ഞായിരിക്കും ബുള്ളറ്റ് തെറിക്കുക. ഇവള് പേടിച്ച് വിറച്ചു പോകും. സ്പോട്ടിൽ തന്നെ കൂട്ടുകാരനൗട്ട്. ഒറ്റൊരോട്ടം വെച്ചു കൊടുത്താൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. എന്നാൽ പുറകീന്ന് ഷൂട്ട് ചെയ്താലോ? എന്തായാലും ഇവൾ ആ വീടിനകത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് തോക്കും എടുത്ത് ഇവളിങ്ങനെ ശ്വാസം എന്ന് വിട്ടു പോവാ. എന്താ മുകളിലെ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഉണ്ട് ഇവർ അന്വേഷിച്ച് വന്ന കില്ലർ. ഒരു മിഡിൽ ഏജ് കൊക്കേഷ്യൻ മെയിൽ. അയാളെ കണ്ടറിയാ ദുഷ്ടനാണെന്ന്. കയ്യിൽ മാനേജറും കണ്ട്. കല്യാണം കഴിഞ്ഞവരെല്ലാം ഇങ്ങനെ ക്രിമിനലാവുക. അവിടെ നിന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ പെണ്ണിനെ ഇരുത്തി ഒരു പ്രത്യേക ടെസ്റ്റ് നടത്തുന്നു. അതിൽ പല കളറും രൂപങ്ങളും ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഈ വട്ടവും നീളവും കണ്ട ക്യാമറ, 2 കളറും ഒരു ചന്ദ്രനെയും കാണിക്കുമ്പോൾ ടൈഗർ, ട്രയാങ്കിളിനെ കാണിക്കുമ്പോൾ മദർ, 4 കളർ കാണിച്ചപ്പോൾ ഫാദർ. ഇതൊക്കെ അവള് കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും. അടുത്ത സീനിൽ ഹീറോയിനെ കാറിന്റെ ബാക്കിലിരുത്തി 2 പോലീസുകാർ ഫ്രണ്ടിലുണ്ട്. ഒരു ഇൻസ്പെക്ടർ പോലീസും മറ്റൊരു PC ലേഡി. നേരത്തെ ഇവള് പാസ്സായ ടെസ്റ്റ് നമ്പർ ജനറേറ്റർ ടെസ്റ്റാ. മാത്രമല്ല ഒരുപാട് പോലീസുകാർ അന്വേഷിച്ചടന്ന ഒരു ക്രിമിനലെ പെട്ടെന്ന് തന്നെ ഇവള് പിടിക്കുകയും ചെയ്തില്ലേ. അങ്ങനെയുള്ള ഈ ക്വാളിറ്റീസ് കൊണ്ട് നമ്മുടെ ഈ ബെഡ പോലീസ് ഹീറോയിന് പുതിയൊരു കേസ് കൊടുക്കുകയാണ്. ഇവര് കാറ് നിർത്തിയതിന് ഫ്രണ്ടിലായ ഒരു വീട് കാണും. ആ ആമ്പള പോലീസ് പറയും, ആ വീട്ടിൽ 4 പേരുണ്ടായിരുന്നു. 12 വർഷമായി അവർ ആ വീട്ടില് ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അച്ഛൻ, അമ്മ, 2 പിള്ളേര്. അച്ഛൻ സ്കൂളിലെ PT ടീച്ചറാ. അമ്മയ്ക്ക് ചർച്ചിലൊരു ബേക്കറി ഉണ്ട്. 2 മാസം മുന്നേ ഈ 4 പേരടങ്ങിയ കുടുംബം കൊല്ലപ്പെട്ടു. ബ്രൂട്ടൽ മർഡർ. അച്ഛൻ പിള്ളേരെയും അമ്മയെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. അതിൽ അമ്മയെ 61 തവണ കുത്തിയിട്ടുണ്ട്. പിള്ളേരുടെ കാര്യം അതിലും കഷ്ടമാണ്. പെട്ടെന്നൊരു ദിവസം ഒരച്ഛൻ എങ്ങനെ തന്റെ കുടുംബത്തെ ഇത്ര മൃഗീയമായി ഇല്ലാതാക്കാൻ പറ്റും? ആർക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഈ ബോഡികളുടെ കൂടെ ഒരു ലെറ്ററും കിട്ടിയിട്ടുണ്ട്. ആ ലെറ്ററിനാണെങ്കിൽ ഈ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല. കുറെ കോഡഡ് ആൽഫബറ്റിക്സ് ആണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഒരു ലെറ്റർ അല്ല, ഇതുപോലെ 10 ലെറ്റേഴ്സ് ആണ് പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ളത്. അതും 10 വീടുകളിൽ നിന്നും. കഴിഞ്ഞ 30
വർഷമായി 10 വീടുകളിൽ നിന്നും ഇങ്ങനെ ഒരേ തരത്തിലുള്ള ലെറ്റേഴ്സുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ കുടുംബങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മൃഗീയമായി കൊല്ലപ്പെട്ടവരാണ്. ഈ ലെറ്ററിൽ വായിക്കാൻ പറ്റുന്ന ഒരൊറ്റ സൈനേ ഉള്ളൂ, ലോങ് ലെഗ്സ്. ലോങ് ലെഗ്സ് എന്ന് പറയുന്ന ആരോ ആണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ഈ കേസുകളൊന്നും തന്നെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നും അറിയില്ല. ആരോ ഈ കുടുംബങ്ങളിലെ പിതാക്കന്മാരെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കണം എന്നാണ് ഞങ്ങളുടെ നിഗമനം. അതാണ് താൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നാ മൂത്ത പോലീസ് ഹീറോയിനോട് പറയും. എന്നിട്ട് അവളെയും വിളിച്ച് തന്റെ ഓഫീസിലേക്ക് വരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഫോട്ടോസുകളെല്ലാം നോട്ടീസ് ബോർഡിൽ തറച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഡീപ്പ് ലുക്ക് കൊടുത്ത് നിനക്ക് എന്താണോ തോന്നുന്നത് അതെന്നോട് ചോദിക്കാൻ പറയും ആ മൂത്ത പോലീസ്. അത് അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ പോലീസുകാരൻ ഹീറോയിനോട് ചോദിക്കുകയാണ്, നീ ആ ക്രിമിനലിന്റെ വീട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എന്തെങ്കിലും ഇൻസ്റ്റിക്റ്റ് തോന്നിയിരുന്നോ? എനിക്കത് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. ഹീറോയിൻ പറയും, അത് കഷ്ടമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എനിക്കങ്ങനെ തോന്നി, അത്രമാത്രം. പലപ്പോഴായിട്ട് ഇങ്ങനെ തോന്നാറുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. പുള്ളി ഒരു ഡ്രിങ്ക്സ് ഒഴിച്ച് കഴിച്ചിട്ട്, കുഴപ്പമില്ല, ഇപ്പൊ ഈ ഫോട്ടോസുകൾ കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നണെന്ന് ചോദിക്കും. അതിന് മറുപടിയായി ഹീറോയിൻ ഒരു ചോദ്യമാണ് ചോദിക്കുക, ഈ കുടുംബങ്ങളിലെല്ലാം തന്നെ കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അപ്പൊ പോലീസുകാരൻ ചിരിച്ചിട്ട്, നല്ല ചോദ്യം, ഞങ്ങൾക്ക് കിട്ടിയ ഒരേ ഒരു കോമൺ ആയ ഫാക്ടർ, ഈ കുടുംബങ്ങളിലെ എല്ലാം പെൺകുട്ടികളുടെ ബർത്ത്ഡേ വരുന്നത് 14-ാം തീയതിയാണ്. പല മാസങ്ങളിലായിട്ടായിരിക്കും, പക്ഷെ 14-ാം തീയതിയാണ്. അത് മാത്രമേ മാച്ച് ആവുന്നുള്ളൂ. എന്നാൽ കൊലപാതകങ്ങൾ നടന്നത് ആ ദിവസത്തിന് മുന്നേയുള്ള പല ദിവസങ്ങളിലായിട്ടാണ്. അല്ലാതെ ഒരു സെയിം പാറ്റേൺ ഇല്ല. ഓൺലി ഹോൺസ് എന്ന് പറഞ്ഞ കുടുംബക്കാർക്ക് മാത്രമാണ് അതേ ദിവസം മരണം സംഭവിച്ചിട്ടുള്ളത്. പുള്ളിക്കാരൻ ഫയലെല്ലാം എടുത്തു കൊടുത്തിട്ട് ഒന്നുകൂടെ ഡീപ്പായിട്ട് നോക്കാൻ പറയും. ഇവള് കൊണ്ടുവന്ന് തന്റെ മുറിയിൽ എല്ലാ ഫോട്ടോകളും നിരത്തിയിട്ട്, എല്ലാ ഡാറ്റകളും നിരത്തിയിട്ട് വീണ്ടും വീണ്ടും പരിശോധിക്കുക. തറപ്പിച്ച് ഇങ്ങനെ ഊഴുത് നോക്കിക്കൊണ്ടിരിക്കുന്നു. മൃഗീയമായ കൊലപാതകങ്ങൾ, തോക്കും കത്തിയും മൺവെട്ടിയും പിക്കാസൊക്കെ കൊണ്ടാണ് കൊലപാതകങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കുറെ നേരം ഇങ്ങനെ നോക്കി നോക്കി പെണ്ണ് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. സാറ് ഒന്ന് വിളിക്കുമ്പോഴാണ് എഴുന്നേക്കുന്നത്. എന്താ മോളെ, ഒരുപാട് നേരം നോക്കി ക്ഷീണിച്ചു പോയോ? ഞാൻ എന്തായാലും 2 പെഗ് കഴിക്കാൻ പോവാ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അവള് പറയും, എനിക്ക് താല്പര്യമില്ല സാർ, ഞാൻ കഴിക്കാറില്ല. നീ കഴിക്കണ്ട, വന്ന് ഞാൻ കഴിക്കുന്ന ചന്തം കണ്ടാ മതി, വായോന്ന് പറഞ്ഞ് സാർ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഡ്രിങ്ക്സും വാങ്ങിച്ചിട്ട്, നിനക്ക് തന്ന ഡാറ്റാസിൽ നീ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കും. അവള് പറയും, ആ വീടിനകത്തേക്ക് അതിക്രമിച്ച് കടന്നതായ യാതൊരു തെളിവുമില്ല. പിന്നെ കൊന്ന ആളും മരിച്ച ആൾക്കാരും അവരെ കൊല്ലാൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. പുറത്തു നിന്നും ആ ലെറ്റർ അല്ലാതെ മറ്റൊരു സാധനം ആ വീടിനകത്തേക്ക് കയറിയിട്ടില്ല. ഇതെല്ലാം കാണുമ്പോൾ ആ ലോങ് ലെഗ്സ് എന്ന് പറയുന്ന ആള് ഒരിക്കലും ആ വീടിനകത്തേക്ക് കയറിയിട്ടില്ല എന്ന നിഗമനത്തിലെ എത്താൻ കഴിയും. മേ ബി അയാൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ആ ഫാമിലിയിലുള്ള ആളെ വെച്ച് തന്നെ അയാൾ ചെയ്യുന്നതായിരിക്കാം. ആദ്യം ഇവള് പിടിച്ച കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് അയാളുടെ കുടുംബമാണ്. ഒരുപക്ഷെ ഈ ലോങ് ലെഗ്സിനും ഏതെങ്കിലും സഹായികൾ ഉണ്ടാവുമോ എന്നീ സാറ് ചോദിക്കും. അതിനവള് തലയാട്ടി അങ്ങനെ ഉണ്ടാവാം എന്ന് പറയും. എന്നാ ശരി, അത്യാവശ്യം ഡോസായി, ഇനി നമുക്ക് വീട്ടിൽ പോവല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ് ഇവള് കാർ ഡ്രൈവ് ചെയ്ത് സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറയും, ഇത്രയും ദൂരം വന്നല്ലേ, എന്റെ ഭാര്യനെയും കുട്ടീനെയും കണ്ടിട്ട് പോവാന്ന്. ശരിയെന്ന് പറഞ്ഞ് ഇവള് വീടിനകത്തേക്ക് പോകുന്നു. സുന്ദരിയായ ഒരു ഭാര്യയും സ്നേഹമുള്ള ഒരു കൊച്ചുണ്ട് ഈ ഗഡാം പോലീസുകാരന്. അവര് ഹീറോയിനോട് വണക്കമൊക്കെ പറയും. പക്ഷെ ഇവളെ മുഖം ഇഞ്ചി കടിച്ച അതേ അവസ്ഥ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ഈ കൊച്ചു പെൺകുട്ടി, ചേച്ചി എന്റെ മുറിയിലേക്ക് വരുന്നോന്ന് ചോദിക്കും. ആ വരാല്ലോ എന്ന് പറഞ്ഞ് ഇവളും ചെല്ലുന്നുണ്ട്. ചെന്ന് പോസ്റ്റർ അടിച്ചതുപോലെ ഒരിടത്തിരുന്ന് വീടിന് ചുറ്റും നോക്കുന്നു. ഓരോ സാധനങ്ങളിലെ കുറ്റവും കുറവുമാണ് അവൾ കണ്ടുപിടിക്കുന്നത്. എന്റെ ജോലി അതാ, ഫൈൻഡിങ് തിങ്സ്. അപ്പൊ ഈ കുഞ്ഞു ചോദിക്കും, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ പോലീസുകാരി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? അതിന് അവള് പറയും, ഇല്ല, ചെറുപ്പത്തിൽ എനിക്കൊരു നടി ആവണമെന്നായിരുന്നു ആഗ്രഹം, ഒരു ആക്ട്രസ്. അപ്പൊ ആ കുഞ്ഞ് ചിരിച്ചിട്ട്, എല്ലാ കുട്ടികൾക്കും ഇതന്നെയാണല്ലേ ആഗ്രഹം, ആൾക്കാർ നമ്മളെ പറ്റിക്കുകയാണ് എന്ന് പറയും. എന്നിട്ട് പോലീസുകാരി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഒരുപാടുണ്ട്, ഞാൻ കാണിക്കാറില്ല. അപ്പോഴാണ് അമ്മച്ചി വന്ന്, ചേച്ചിക്ക് വീട്ടിൽ പോകാൻ സമയമായി, നമുക്ക് ഉറങ്ങണ്ടേ, ചേച്ചിയെ പറഞ്ഞു വിടാന്ന് പറയും. അപ്പൊ കുഞ്ഞുമോള്, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നമുക്ക് ചേച്ചിയെ വിളിച്ചാലോ, ചേച്ചി വരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് അവള് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരോട് ഭയം പറഞ്ഞ് ഇവളെ ഇറങ്ങി തന്റെ വീട്ടിലേക്ക്, അവളെ വീട്ടിലേക്ക് വന്നു. ഈ പടം മൊത്തം ഇരുട്ടത്താ. ഇവിടെ പുലരില്ല, നേരം വെളുത്ത് വെട്ടം തന്നെ ഇല്ല. ഈ പടം മൊത്തം സന്ധ്യ ഇരുട്ടും. ഇരുട്ട് കൊള്ളതാൻ പ്രേതം വരും. ഇവള് വീടെത്തി ഇവളെ അമ്മയ്ക്ക് വിളിക്കും. അപ്പോഴാണ് പെണ്ണിനൊരു അമ്മയുള്ള കാര്യം മനസ്സിലാവുക. ഈ അമ്മയോടും ഏതോ ഒരു സ്ത്രീയോട് വാടകയ്ക്ക് സംസാരിക്കുന്ന പോലെ അവള് സംസാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്, നിങ്ങൾക്ക് അവിടെ സുഖമാണോ, എന്ത് ചെയ്യുന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ അമ്മ ചോദിക്കും, മോശം കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണോ ഉറക്കം വരാത്തതെന്ന്. അപ്പോഴാണ് ചെറുതായൊന്ന് വിളിച്ചിരിക്കുക. അതെ. അമ്മ പറയും, എന്നോട് പറഞ്ഞോ, ഞാൻ 8 വർഷം നഴ്സായിരുന്നല്ലോ, ഒരുപാട് മോശം
അവസ്ഥകൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നിനക്ക് എന്നോട് പറയാലോ അത്. ഇവള് പറയും, വേണ്ട, എന്റെ ജോലിയിലെ കാര്യങ്ങൾ അത്ര രസമുള്ളതല്ല കേൾക്കാൻ, ഞാൻ വെറുതെ വിളിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട്, പിറന്നാളിന് നീ വീട്ടിലേക്ക് വരുമോന്ന്. ഇത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വന്ന് ഇവളുടെ കതവിലേക്ക് ആഞ്ഞാഞ്ഞ് മുട്ടുക. ഇവള് പേടിച്ച് കതക് തുറക്കാതെ വീടിന് വെളിയിലുള്ള ഒരേ ഒരു ലൈറ്റ് ഓണാക്കും. അപ്പൊ അതാ ദൂരെ ഒരു പെരിയ രൂപം അതങ്ങനെ മാഞ്ഞു പോകുമ്പോൾ താഴെ ഒരു കുഞ്ചു രൂപം. ഇവളുടനെ തോക്കെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. മുന്നോട്ട് പോയി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. നേരത്തെ കണ്ട ഒന്നും തന്നെ കാണുന്നില്ല. പെട്ടെന്ന് തിരിയുമ്പോഴാണ് ഇവളുടെ വീടിനകത്തേക്ക് ആരോ പ്രവേശിച്ചിരിക്കുന്നു. തിരിച്ചോടി വരും പെണ്ണ്. കയ്യിൽ തോക്കുമായി വീടിനകം മൊത്തം പരിശോധിച്ച് നടക്കാണ്. ആരെയും കാണുന്നില്ല. ഇവളിരുന്ന ടേബിളിന് മുന്നിലായി പുതിയൊരു കത്ത് ആരോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ലീ ഹാർക്കർ, അവളുടെ പേരാണത്. ജനുവരി 14 വരെ ഈ കത്ത് തുറക്കരുത് എന്ന കത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പെണ്ണ് പോലീസാണല്ലോ, തുറക്കാതിരിക്കോ? ഇവള് ഗ്ലൗസ് ഇട്ട് ആ കത്ത് തുറന്നു നോക്കുമ്പോൾ ഒരു പാവയുടെ പടം. ഇവളത് എവിടെയോ കണ്ടതാണ്. അതിനൊപ്പം ആ കത്തിനകത്ത് എഴുതിയിരിക്കുക, സ്റ്റുഡ് അപ്പോൺ ദ സാൻഡ് ഓഫ് ദ സീ. കൂടെ തന്നെ കുറെ പെറുക്കിയ അക്ഷരങ്ങളുണ്ട്. എന്താണെന്നറിഞ്ഞില്ല. ഹാപ്പി ബർത്ത്ഡേ. പുറകിലായിട്ട് വീണ്ടും കോഡിങ്സ്, ഒപ്പം ലോങ് ലെക്കിന്റെ ഒരു സിഗ്നേച്ചറും. മഷി ഇനി ഉണങ്ങിയിട്ടില്ല. ഇവളതിലെ നമ്പറെല്ലാം നോട്ട് ചെയ്ത് ബൈബിൾ വചനങ്ങൾ തപ്പി നോക്കും. ആ കോഡിങ്ങിനെ ഒരു ഡീകോഡിംഗ് ആണ് ഇപ്പോൾ അവള് ചെയ്തത്. അപ്പ കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെ ലഭിച്ചു എന്ന് നീ അവരോട് പറയും. നിന്റെ തലയിൽ ഇതെങ്ങനെ കയറി എന്നവരോട് പറയും. അങ്ങനെ പറഞ്ഞാൽ നിന്റെ അമ്മയുടെ സ്ഥലങ്ങൾ ഞാൻ മുറിച്ചു കളയും, ചോര വാർന്നവർ മരണപ്പെടും എന്നാണ് ഇവൾക്ക് മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. ഉടനെ അവൾക്കൊരു കോള് വരുന്നുണ്ട്. ഹാർക്കർ, സാർ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എത്രയും പെട്ടെന്ന് സ്പോട്ടിലേക്ക് വരും. അപ്പൊ സംഭവം പ്രഭാതായി. ഇത്രയും നേരം പെണ്ണ് മിഴിച്ചിരിക്കുകയായിരുന്നു. അധികം വൈകാതെ അവൾ സ്പോട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടില്ല, നമുക്കറിയില്ല. ആദ്യമേ ചെല്ലുമ്പോൾ ലോങ് ലെഗ്സ് എഴുതിയ ആ കത്ത് ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. മൂത്ത പോലീസുകാരൻ പറയും, ഈ വീട്ടിലെ കുടുംബം ഒരു ഫാമിലി ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അവർ ആ ട്രിപ്പിന് പോയിട്ടുണ്ടാകും എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ പോയിട്ടില്ല. എല്ലാവരും മരണപ്പെട്ടു. ഈ വീട്ടിലെ പെൺകുട്ടിയുടെ പിറന്നാളും 14th ഡേറ്റിലാണ് വരുന്നത്. ഇവളിപ്പ കിട്ടിയ ആ ലെറ്ററിലെ കോഡുകൾ ഡീകോഡ് ചെയ്യും. ഡൗൺ ലോ ടു സ്ലോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് സാർ ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തുള്ളൂ സാർ, ഞാൻ ഡീപ്പായിട്ട് നോക്കിയിരുന്നു എന്ന് ഹീറോയിൻ പറയും. ശരി, എന്നാ വായോ, ബെഡ്റൂമിൽ, മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ഡെഡ് ഫാമിലി ഉണ്ട്, കാണിക്കാന്ന് പറഞ്ഞ് ഇവര് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നു. അച്ഛന്റെ ബോഡി ഗാരേജിൽ നിന്നാണ് പോലീസുകാർക്ക് കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാര് ഇവിടെ കിടപ്പുണ്ട്, അമ്മയും ഒരു മോളും. എത്ര നാളായെന്ന് ഇവർ ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയും, എന്തായാലും 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ബോഡി ഡീകമ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ശരീരം പുഴുവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിക്ക് എത്ര പ്രായം കാണും? 9 or 10 വയസ്സ്. അത് കാണുമ്പോൾ തന്നെ മൂത്ത പോലീസുകാരൻ അപ്സെറ്റായി. നമ്മുടെ പെണ്ണും ആകെ ഡിസ്റ്റർബ് ആവും. അവൾ നേരെ ചെന്ന് ഫോൺ എടുത്ത് അവളെ അമ്മയ്ക്ക് വിളിക്കുന്നു. അമ്മയെ സുഖമല്ലേ? ഇന്നും എന്റെ മൂഡ് ശരിയല്ല. അമ്മ ചോദിക്കും, എന്താ വർക്കിലാണോ? അതെ, അവർ ഇമ്പോർട്ടന്റ് ആയ ഒരു ജോലി എനിക്ക് തന്നിരിക്കുന്നു. അമ്മ പറയും, ശ്രദ്ധിക്കുക, ഒരുപാട് കഷ്ടമുള്ള പണിയൊക്കെ അവരെടുപ്പിക്കും. എന്റെ മോൾ അതിലൊന്നും ചെന്ന് പെടല്ലേ. ഇല്ലമ്മേ, ഞാൻ ഓക്കെയാണ്. നീ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നമ്മ ചോദിക്കും. ഇവളുണ്ടെന്ന് പറയും. പ്രാർത്ഥനയാണ് ഡെവിളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇവള് കോള് കട്ട് ചെയ്ത് ഇവരെ ഡാറ്റ ലൈബ്രറിയിലേക്ക് വന്നിട്ട് ഇപ്പൊ സംഭവിച്ചതുപോലെയുള്ള കൊലപാതകങ്ങൾ, ഇതിനു മുന്നേ വർഷങ്ങൾക്ക് മുന്നേ മുതൽ സംഭവിച്ചത്, അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കും. എന്നിട്ട് ഓരോ കൊലപാതക തീയതികളും ഇവള് പുസ്തകത്തിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത ദിവസങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, സാത്താനിക് പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു തിരിച്ചിട്ട കോണ് ലഭിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ഇവൾ ചെന്ന് സാറിനെ കാണും. ഫസ്റ്റ് മേർഡർ സംഭവിച്ച 1966 ജൂലൈ 14 ആണ്. അത് കഴിഞ്ഞ് സംഭവിക്കുന്ന ദിവസങ്ങളെല്ലാം മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ കിട്ടുന്നു. അതിലെ എക്സ് മാർക്ക് ചെയ്ത സ്ഥലമാണ് ക്യാമറ ഫാമിലി എന്ന് പറഞ്ഞ ഫാമിലിയുടെ വീട്, അവരുടെ ഫാം ഹൗസ്. ആ വീട്ടിൽ എന്തോ ഒന്ന് മറിഞ്ഞിരിപ്പുണ്ട്. ആ കുടുംബത്തിന് സംഭവിച്ച ഹിസ്റ്ററി നോക്കുമ്പോൾ അവരുടെ പള്ളിയിലച്ഛൻ ഒരു ദിവസം ഈ ക്യാമറ ഫാമിലിയുടെ വീട്ടിലേക്ക് ചെന്നു. അന്ന് ആ കുടുംബസ്ഥൻ പള്ളിയിലച്ഛനെയും തന്റെ ഭാര്യയെയും കൊന്നിട്ട് സ്വയം മരിക്കുന്നു. ഈ സമയത്ത് അവരുടെ മോൾ സ്കൂളിലായിരുന്നു. അതുകൊണ്ട് മാത്രം മോള് രക്ഷപ്പെട്ടു. എന്റെ സംശയം, ആ മകൾ ഒരുപക്ഷെ ഈ ലോങ് ലെഗ്സിനെ കണ്ടിട്ടുണ്ടാവണം. അവര് തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം മകളെ മാത്രം അയാൾ കൊല്ലാതിരുന്നത്. അവരുടെ ഫാം ഹൗസിലായിരിക്കാം ഈ ലോങ് ലെഗ്സ് താമസിച്ചിട്ടുണ്ടാവുക. അതിലെ ട്രയാങ്കിൾ പ്രകാരം അടുത്ത 3 ദിവസത്തിനുള്ളിൽ മറ്റൊരു കുടുംബത്തിനു കൂടി കൊലപാതകങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇത് കേട്ടുടനെ മൂത്ത പോലീസുകാരൻ ചോദിക്കും, എന്നാൽ എത്രയും പെട്ടെന്ന് ക്യാമറ ഫാമിലിയിലെ ആ രക്ഷപ്പെട്ട പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. അവളിപ്പോ എവിടെയാണ്? ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിലാണ്.
132 മൈലുണ്ട്. അവരുടെ വീടോ അത് 89 മൈൽ. എന്നാൽ ആദ്യം അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞ് ഇവര് പുറപ്പെടും ആ ക്യാമറ ഫാമിലിയുടെ വീട്ടിലേക്ക്. കുറച്ച് ഇരുട്ടാവുമ്പോഴാണ് ഇവർ സ്ഥലത്തെത്തുന്നത്. ഫാം ഹൗസിലേക്ക് കയറി ചെല്ലുമ്പോൾ മുകളിലേക്ക് മച്ചിലേക്ക് ഒരു പടി കാണും. ഇവരങ്ങോട്ട് കയറി പോകുന്നു. പത്തായ പുരയാണ്, അവിടെ സാധനങ്ങളൊന്നുമില്ല. അപ്പോഴാണ് നിലത്ത്, ആ പുരയുടെ നിലത്തായി ഒരു കുരിശാരോ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. അത് ഇളക്കി മാറ്റാൻ കഴിയുന്നില്ല. പോലീസുകാരൻ ആ ഭാഗത്തെ മരം തന്നെ പൊളിച്ചു മാറ്റി നോക്കുമ്പോണ്ട് അകത്തൊരു വലിയ പെട്ടി. ആ പെട്ടിക്കകത്ത് അസല് മനുഷ്യനെ പോലെ തോന്നിക്കുന്ന ഒരു പാവ, നല്ല ഭംഗിയുള്ളൊരു പാവ. അതവരുടനെ ഓട്ടോപ്സി മുറിയിലേക്ക് കൊണ്ടുവരുന്നു. ഡോക്ടർ ആ പാവയെല്ലാം പരിശോധിച്ച് അതിലെന്താണുള്ളതെന്ന് പറയും. കാര്യമായിട്ടൊന്നുമില്ല, ഇതൊരു ഹാൻഡ് മെയ്ഡ് പാവയാണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്മാൻ ഒരുപാട് സമയമെടുത്ത് പണിത മനുഷ്യന്റെ അതേ രൂപമുള്ള പാവ. പോഴ്സലിൻ കൊണ്ടാണ് ഈ പാവ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഹെയർ മാത്രം ഒറിജിനൽ മനുഷ്യന്റേത്, ആരുടേതാണെന്ന് അറിയില്ല. ഈ പാവയുടെ തലയ്ക്കകത്ത് ഒരു മെറ്റൽ ബോൾ ഉണ്ടായിരുന്നു. അതിന്റെ ബ്രെയിൻ എന്ന രീതിക്ക് ആ ക്രാഫ്റ്റ്മാൻ വെച്ചതാവാം. ഈ ബോൾ വെറും എംറ്റിയാണ്, അതിനകത്ത് കാര്യമായ ഒന്നുമില്ല. പക്ഷെ ഒരു പ്രത്യേക ശബ്ദം ആ ബോളിൽ നിന്ന് കേൾക്കാം. ഒരു ഗോ എന്നൊരു ശബ്ദം അതിലേക്ക് മീറ്റർ വയ്ക്കുമ്പോൾ കേൾക്കാം. അതെന്താന്ന് മനസ്സിലായില്ല. ഈ ശബ്ദം കേൾപ്പിക്കുമ്പോൾ തന്നെ പഴയൊരു സീൻ കാണിക്കുന്നു. ആ ലോങ് ലെഗ് ഈ വീട്ടിലെ കുട്ടിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഇരുട്ട് പേടിയില്ലല്ലോ, നീ ഒരുപാട് ധൈര്യമുള്ള കുട്ടിയാന്നൊക്കെ പറഞ്ഞ് അവളെ കറുത്ത മുടി കൊണ്ട് പുതച്ചു മൂടും. സോ ഈ വീട്ടിലെ കുട്ടി ആ മന്ത്രവാദിയുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അയാൾ പറഞ്ഞതിനെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ടാവണം. മേ ബി അതുകൊണ്ടായിരിക്കാം അയാൾ അവളെ മാത്രം വെറുതെ വിട്ടത്. പ്രസന്റിലേക്ക് വരുമ്പോൾ ഡോക്ടർ ഒരു തമാശ പറയും. ഞാൻ ഈ പാവ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ ശബ്ദം കേട്ടു. വീണ്ടും വീണ്ടും അവളുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. മേ ബി രാത്രി ഒരുപാട് ഇരുട്ടി ജോലി ചെയ്തുകൊണ്ടാവാം എനിക്ക് അങ്ങനെ ശബ്ദം കേട്ടത്. കാര്യാക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റേ പോലീസ് അത് കാര്യാക്കുന്നില്ല. ഈ ഡോക്ടറും വട്ടനാണെന്നാണ് പോലീസ് വിചാരിക്കുക. എന്തായാലും അവിടെ നിന്ന് ഇവര് ആ രക്ഷപ്പെട്ട പെൺകുട്ടിയെ കാണാൻ വേണ്ടി സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടും. ഈ സമയം നമ്മൾ നേരത്തെ കണ്ട ലോങ് ലെഗ്സ് അല്ലേ, അയാൾ കാറും എടുത്തുകൊണ്ട് ഒരു ഹാർഡ്വെയർ ഷോപ്പാന്ന് തോന്നുന്നു അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടാവും. ഇയാൾ വേണ്ട സാധനം എടുത്ത് ബില്ലടിക്കുമ്പോൾ ആ പെൺകുട്ടിയെ കളിപ്പിക്കും. കണ്ണൊക്കെ പൊത്തി കുക്കു കുക്കു എന്ന് പറയാണ്. എന്നിട്ട് നിന്റെ പിറന്നാൾ എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയോടനെ അച്ഛാ ഇതാ പേടിപ്പിക്കുന്ന പിച്ചക്കാരൻ വന്നിട്ടുണ്ട്, അയാൾ വീണ്ടും എന്നെ പേടിപ്പിക്കുന്നു, ഒന്നിങ്ങോട്ട് വരുമെന്ന് ചോദിക്കും. അപ്പൊ ഇയാൾ ഒന്നും മിണ്ടാതെ സാധനങ്ങളും വാങ്ങിച്ച് കാറിൽ തിരിച്ചു കയറി തന്റെ ദേഷ്യമൊക്കെ ഒരുപാട് ഒച്ച വെച്ച് തീർത്തിട്ട് എങ്ങോട്ടോ വണ്ടി ഓടിച്ചു പോവാണ്. ഈ സമയം ഹീറോയിനും മൂത്ത പോലീസുകാരനും ആ രക്ഷപ്പെട്ട പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തും. അവിടുത്തെ ഡോക്ടർ പറയാണ്, ഞാൻ 8 വർഷമായി ഈ ആശുപത്രിയിലുണ്ട്. ഈ 8 വർഷമായിട്ടും ക്യാരി അന്നെ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടി ഒരു സ്ഥലത്ത് പോസ്റ്റർ അടിച്ചതുപോലെ അനങ്ങാതെ ഇരിപ്പാണ്, അനങ്ങിയിട്ടേയില്ല. എന്നാൽ ഇന്നലെ അവളെ കാണാൻ ഒരു വിസിറ്റർ വന്നിരുന്നു. ആ വിസിറ്റർ അവളുടെ തലയിൽ ടച്ച് ചെയ്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഈ പെണ്ണ് സാധാരണ മനുഷ്യരുടെ അവസ്ഥയിലേക്കായി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, കണ്ണ് നന്നായിട്ട് തുറന്നു, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ ഈ പോലീസുകാർ ചോദിക്കും, നിങ്ങൾ ആ വിസിറ്ററിനെ കണ്ടിരുന്നോ എന്ന്. ഡോക്ടർ പറയും, ഞാൻ കണ്ടിട്ടില്ല, രജിസ്റ്ററിൽ അയാളുടെ പേരുണ്ടാവെന്ന് പറഞ്ഞ് പേര് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പേര് നോക്കുമ്പോൾ ലീ ഹാർക്കർ, നമ്മുടെ ഹീറോയിന്റെ പേര്. ഹീറോയിന്റെ പേര് എഴുതി വെച്ചിട്ടാണ് ലോങ് ലെഗ്സ് ഈ ക്യാരി അന്നയെ കണ്ടുപോയത്. ഞങ്ങൾക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിൻ ചെന്ന് ക്യാരി അന്നയെ കാണും. കണ്ടുടനെ അവള് പറയാണ്, ഞാൻ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹീറോയിൻ, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, കാണാൻ സാധ്യതയില്ല. നിനക്ക് മറ്റെന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിന്റെ പാരന്റ്സിന് ഓർമ്മയുണ്ടോ? നീ ഇവിടെ വന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അവള് പറയും, എന്റെ പാരന്റ്സിന് എന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്നെ ഇഷ്ടമുള്ള, എന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടെത്തി. ഇതിങ്ങനെ അവള് പറയുമ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാലത്ത് അവൾ സ്കൂളിലേക്ക് പോകുന്നു. ഇവരുടെ വീട്ടിൽ കറുത്തൊരു രൂപം, അതൊരു പാവയാണ്. ആ പാവയെ അവളുടെ അമ്മ കത്തി കൊണ്ട് കുത്തുന്നുണ്ട് പലതവണ. അമ്മയ്ക്ക് എന്തോ പേ പിടിച്ചതുപോലെ. അതേപോലെ അച്ഛനും ഈ പാവയെ എടുത്ത് കൊഞ്ചിക്കുന്നുണ്ടാവും. തന്റെ വീട്ടിലെ മൃഗങ്ങളുടെ തലയെല്ലാം അറുത്തുപുള്ളി, ഒരു മൃഗീയ കൊടിയ അവസ്ഥ. അപ്പോഴാണ് ഇതൊന്നും അറിയാതെ പള്ളിയിൽ അച്ഛൻ ഇവരെ വീട്ടിലേക്ക് വരുന്നത്. പുള്ളി വന്ന് കേറി ഉടനെ അച്ഛൻ മഴ കൊണ്ട് ഫാദറെ കഴുത്തെ വെട്ടി. അത് കഴിയുമ്പോൾ ഈ പാവയെ നോക്കി നിൽക്കുകയാണ് അമ്മ. അമ്മയുടെ പുറത്ത് ആഞ്ഞു വെട്ടി, രണ്ടുപേരെയും കൊന്നുകളഞ്ഞു. ഈ സീൻ കാണിച്ചു കഴിഞ്ഞ് പ്രസന്റ് ഹീറോയിൻ ക്യാരിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഇന്നലെ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നില്ലേ, അങ്ങേര് ആരാണെന്ന് അറിയോ? അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അതിന് ക്യാരി പറയാണ്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് വർഷങ്ങളായി എന്റെ അടുത്തേക്ക് വരും. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. ഞാനത് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അയാൾ പറയുന്ന എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യും. അതെല്ലാം ഡൗൺ സ്റ്റെയറിലുള്ള ഏതോ ഒരാളുടെ കൽപ്പനയാത്ര. എന്തൊക്കെയോ പറയേണ്ട പെണ്ണ്, അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഇപ്പൊ ഈ വിൻഡോ വഴി നിലത്തേക്ക് ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും. നിന്നെ എന്റെ 2 കൈകളും കൊണ്ട് കൊല്ലാൻ പറഞ്ഞാലും ഞാനത് ചെയ്യും. അതാണ് എന്റെ സന്തോഷം. അയാൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. അപ്പൊ ഹീറോയിൻ ചോദിക്കുകയാണ്, നിനക്ക് നിന്നെപ്പോലെ തന്നെയുള്ള ഒരു പാവയുണ്ടായിരുന്നല്ലോ വീട്ടിൽ, അത് ഓർമ്മയുണ്ടോ? അതിപ്പോ എവിടെയാണ്? പെട്ടെന്ന് അവളുടെ ഭാവം മാറി. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. നിനക്കും ഓർമ്മയുണ്ടാവില്ല. യു ഡേർട്ടി ഫ്ലൈറ്റ്സി ഏഞ്ചൽ ബീച്ച്, നിനക്കും ഓർമ്മയുണ്ടാവില്ല.
അവളുടെ ഭാവം മാറി. ഹീറോയിനും എന്തൊക്കെയോ പഴയ ഓർമ്മകൾ വരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. പെണ്ണ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ് ഇപ്പോൾ. അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് ഓഫീസിലേക്ക് വരുന്നു. അപ്പൊ സാറ് പറയാണ് 75 ഇയാൾ ഒരു കുടുംബത്തിനെ മുഴുവൻ കൊന്ന് 20 വർഷം കഴിയുമ്പോൾ ആ കുടുംബത്തിലെ കുട്ടിയെ കാണാൻ വരുന്നു. എന്നിട്ട് അവളെ ആരോഗ്യവതിയാക്കിയിട്ട് തിരിച്ചുപോയി. ഈ കഥകളൊന്നും എനിക്ക് അത്ര ഡൈജസ്റ്റ് ആവുന്നില്ലല്ലോ. ഹീറോയിൻ പറയും, നമ്മൾ ആ ഡോൾ കണ്ടുപിടിച്ച ദിവസമാണ് ആ പെൺകുട്ടിയുടെ ശരീരം അനങ്ങി തുടങ്ങിയത്. അതിന് ആ ഡോളിൽ എന്താ ഉള്ളത് ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഹീറോയിൻ പറയും, എന്തോ ഒരു സംഭവം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അയാളുടെ മാജിക് മനസ്സിലായിട്ടില്ല എനിക്ക്, പക്ഷെ അതിനകത്ത് എന്തോ ഉണ്ട്, അത് നമ്മൾ മിസ്സാക്കുന്നുണ്ട്. പക്ഷെ സാറ് പോലീസിന് ഇമാതിരി മാജിക്കിലും മന്ത്രവാദത്തിലൊന്നും വിശ്വാസമില്ല. അയാൾ പറയും, ലോങ് ലെഗ്സ് എന്നത് ഒരു മനുഷ്യനാ, മാനാണ്, എന്നി നിന്നി പോലെ, അല്ലാതെ വിച്ചൊന്നുമല്ല. അയാൾ നേരിട്ടാണ് ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്കത് കണ്ടുപിടിക്കാം. അപ്പൊ ഈ പ്രശ്നം സോൾവ് ആയിക്കോളും. പക്ഷെ ഇപ്പൊ എന്റെ സംശയം, അയാൾക്ക് എങ്ങനെ നിന്റെ പേരറിയാം ആ ലോങ് ലെഗ്സിന്? ഹീറോയിൻ പറയും, എനിക്കറിയില്ല സാർ, എങ്ങനെ അയാൾ കണ്ടുപിടിച്ചു എന്നറിയില്ല. അതിന് മൂത്ത സാറ്, ഞാൻ നിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്തിരുന്നു. നീ നിന്റെ അമ്മയെ കണ്ട് എത്ര നാളായി? ഒരുപാട് നാളായില്ലേ? അതിനും ഇതിനും എന്താണ് ബന്ധം എന്ന് ഹീറോയിൻ ചോദിക്കും. ബന്ധമുണ്ട്. നിന്റെ അമ്മ 1974 പോലീസിനെ വിളിച്ച് നിന്റെ വീടിന്റെ പരിസരത്തേക്ക് ഒരു ട്രെസ്പാസർ കയറിയെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 13, 1974 നിന്റെ 9ാം പിറന്നാളിന് തലേ ദിവസം ടോൾ ആൻഡ് പെയിൽ ആയിട്ടുള്ള ഏതോ ഒരു മനുഷ്യൻ അയാൾ അമ്മ കണ്ടിട്ടുണ്ട്. നിനക്ക് അയാളെ കണ്ട ഓർമ്മയുണ്ടോ? ഹീറോയിന്റെ മുഖം ഇത് കേൾക്കുമ്പോൾ ഒരു വിളറിയ അവസ്ഥയിൽ മാറും. എനിക്ക് അറിയില്ല എന്നാണ് അവള് പറയുന്നത്. അപ്പൊ പോലീസുകാരൻ, നീ എന്തായാലും ഇപ്പൊ ചെന്ന് നിന്റെ അമ്മയെ കാണാം, എന്നിട്ട് അന്ന് കണ്ട ആളുടെ അടയാളങ്ങളോ രൂപങ്ങളോ അയാൾ എന്താണ് ചെയ്തതെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വാന്ന് പറഞ്ഞ് പോലീസുകാരൻ ഇവളെ പറഞ്ഞു വിടുന്നുണ്ട്. ഇവളും കാറെടുത്ത് അവൾ അമ്മയെ ചെന്ന് കാണും. വീട്ടിലേക്ക് ചെല്ലാണ്. അമ്മയെ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള അമ്മ, മുടിയൊക്കെ നീട്ടമുണ്ട്. ഇതിനെയും വേണമെങ്കിൽ ഒരു പ്രേതാണെന്ന് പറയാം. അത് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ദജ്ജാൻ പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. വീടൊന്നും അടിച്ചു മാറിയിട്ടില്ല. എല്ലാ ചപ്പും ചവറും കൂനുകൂട്ട കിടപ്പുണ്ട്. ഇവള് ചെന്ന് അമ്മയെ സുഖമില്ലെന്ന് ചോദിക്കും. എനിക്ക് സുഖമാണ്, നിനക്ക് സുഖമില്ല. നീ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്നില്ല. അമ്മ ചിരിച്ചിട്ട്, പ്രാർത്ഥനയിലൊന്നും ഒരു കാര്യമില്ല, അത് നമ്മളെ രക്ഷപ്പെടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇവള് ഫുഡ് ഉണ്ടാക്കാൻ ചെല്ലും. അമ്മ കുക്കൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. വീടും വൃത്തിയാക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിപ്പാ. ഇവള് നോക്കുമ്പോൾ ഇവളുടെ കൊഴിഞ്ഞു പോയ പല്ല് മുതൽ എല്ലാം അമ്മ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മോളെ ഒരുപാട് ഇഷ്ടമുള്ള അമ്മ തന്നെയാണ്. അപ്പോഴാണ് പണ്ട് നടന്നൊരു സംഭവം ഫ്ലാഷ് ബാക്കി കാണിക്കുക. ഇവളെ പിറന്നാളിന് തലേ ദിവസം അമ്മ ഞാൻ നാളെ ലീവ് എടുക്കാന്ന് പറയും. അന്ന് രാത്രി മോളെ കിടത്തി ഉറക്കി ഇവര് കിച്ചണിൽ പാത്രം കഴുകുമ്പോൾ ഒരു കാർ ഇവരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഉടനെ അമ്മ വീട്ടിലുണ്ടായിരുന്ന ഷോട്ട് ഗൺ എടുത്ത് കതക് തുറന്ന് വെളിയിൽ പോകുന്നതായിട്ടാ കാണിക്കുന്നത്. ഇത് മോൾക്ക് ഓർമ്മയുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ പ്രസന്റില് അമ്മ ആടിക്കൊണ്ട് പറയും, നിന്റെ പിറന്നാൾ വരാൻ പോവുകയാണല്ലോ, പിറന്നാൾ ദിവസം വീണ്ടും മോള് വീട്ടിലേക്ക് വരുമോ? അപ്പൊ മോള് പറയും, എനിക്ക് കഴിയുമെന്നറിയില്ല, പക്ഷെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അമ്മേ. എന്റെ 9th ബർത്ത്ഡേ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്താണ് സംഭവിച്ചത്? ഉടനെ അമ്മയുടെ ഭാവമൊക്കെ മാറി. എനിക്കൊന്നും ഓർമ്മയില്ല, അന്ന് സംഭവിച്ച ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ മോളും എല്ലാം അടുത്ത് ചെന്നിരുന്നിട്ട് പറയാണ്, തലേ ദിവസം, പിറന്നാളിന്റെ തലേ ദിവസം അമ്മ പോലീസിനെ വിളിച്ചൊരു ട്രെസ്പാസറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാണാൻ വന്ന ട്രെസ്പാസറെ കുറിച്ച്. അതമ്മയ്ക്ക് ഓർമ്മയില്ല. അമ്മ പറയും, ഇല്ല, നമ്മൾ ആരും കാണാൻ വന്നിട്ടില്ല. കുടുംബക്കാരോ സ്ട്രേഞ്ചേഴ്സോ ആരും തന്നെ കാണാൻ വന്നിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. നീ കുഞ്ഞാണ്. കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ അറിയരുത്. ഇത് കേൾക്കുമ്പോൾ മോള് ചോദിക്കും, ഞാൻ കുഞ്ഞൊന്നുമല്ല അമ്മേ, ഞാൻ വളർന്നൊരു പെണ്ണാണ്. എന്നോട് നിങ്ങളെല്ലാം തുറന്നു പറയണം. ഉടനെ അമ്മ ദേഷ്യപ്പെടും. വളർന്ന പെണ്ണോ? വളരാൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നീ വളർന്നത്. ഈ ലോകം അത്ര ശരിയല്ല. അതും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് സേഫ് അല്ലാത്തതാണ് ഈ ലോകം. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഒരുപാട്. നിന്റെ ചെറിയ സാധനങ്ങൾ പോലും ഈ വീട് വിട്ട് പോയിട്ടില്ല. എല്ലാം ഈ വീട്ടിൽ തന്നെയുണ്ട്. എനിക്ക് എന്റെ മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ പറഞ്ഞ് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. ഇവൾക്ക് മറുത്തൊന്നും പറയാൻ തോന്നില്ല. ഇവൾ അവളുടെ മുറിയിലേക്ക് ചെല്ലും. ഹീറോയിൻ അവളുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ ഇവളെ പഴയ സ്റ്റോർ പെട്ടി, പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് പെട്ടി ഇവൾ കാണുന്നുണ്ട്. കുഞ്ഞിലെ തന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അതിനകത്തായിരിക്കുന്നു. ഇവൾ ഒന്നുകൂടെ ഒരു നൊസ്റ്റുവിന് വേണ്ടി എല്ലാം എടുത്ത് നോക്കുമ്പോൾ അതിൽ ആ ലോങ് ലെഗ്സിന്റെ ഫോട്ടോ ഇവൾ അറിയാതെ ഇവളെ കളക്ഷൻ ഫോട്ടോസിന്റെ ഇടയിലുണ്ട്. കൊച്ചിന്റെ കയ്യിൽ പണ്ടൊരു ക്യാമറ ഉണ്ടായിരുന്നു. ഇയാൾ പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നപ്പോൾ അറിയാതെ ക്ലിക്കായി പോയതാ. അങ്ങനെ പെലച്ചാൻ കിട്ടിയതാണ് ആ ഫോട്ടോ. സോ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട പ്രേതം മൂഞ്ചിയുള്ള മനുഷ്യനും ഈ പെൺകുട്ടിയും ഹീറോയിനും ലോങ് ലെഗും ആയിരുന്നു. ഇവൾ അറിയാതെ ആ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അമ്മ ഓടി വന്ന്, താൻ ആരോടോ? താൻ എന്താ എന്റെ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? താൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഉടനെ ഇയാള് ഒരു ക്രിസ്ത്യൻ പാട്ടും പാടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അതോടെ സീൻ കട്ടായി.
പ്രസന്റിലേക്ക് വരുമ്പം പെണ്ണ് ആ ഫോട്ടോ എടുത്ത് എത്രയും പെട്ടെന്ന് അവളെ മൂത്ത സാറിനെ കാണാൻ വന്ന്, ഇതാണ് അയാൾ, ഞാൻ അറിയാതെ പണ്ട് അയാളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഈ രൂപം വെച്ച് എത്രയും പെട്ടെന്ന് മാൻഹണ്ട് ചെയ്ത് അയാളെ പിടിക്കണം എന്ന് പറയും. ഈ സമയത്ത് ലോങ് ലെഗ് ആണെങ്കിൽ പുതിയൊരു പാവയുടെ പണിപ്പുരയില്ല. എന്നാൽ ആ പണി പാതിയിലിട്ട് ഇയാള് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നാട് വിടാനുള്ള പുറപ്പാടില്ല. പക്ഷെ പോലീസ് വിട്ടുകൊടുക്കുന്ന പണിയില്ല. അവര് രൂപവും ഭാവവും ഒക്കെ വെച്ച് എല്ലായിടത്തും സെർച്ച് ചെയ്യവേ റൂട്ടിൽ നിന്ന് ഇയാളെ പിടുത്തം കിട്ടും. വളരെ എളുപ്പത്തിൽ പിടിക്കാം. മോന്തയൊക്കെ വെന്തുപോയൊരു മനുഷ്യനാണ്. അയാളെ പിടിച്ചോണ്ട് വന്ന് ഇവര് മുറിയിലിട്ട് പൂട്ടി ക്വസ്റ്റ്യൻ ചെയ്യാണ്. പേര് ചോദിക്കുമ്പോൾ ഡെയിൽ ഫെർഡിനാൻഡ് കോബ്ലെ അങ്ങനെ ഒരു പേര് പറയും. താനാണോ ലോങ് ലെഗ് എന്ന് പറഞ്ഞ് കത്തെഴുതുന്നത്. അതിന് പുള്ളിക്കാരൻ മറുപടി പറയില്ല, എനിക്ക് ലീ ഹാർക്കറെ കാണണം, എന്നിട്ട് അവളെ വരാൻ പോകുന്ന പിറന്നാളിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്കണം. ഇതും പറഞ്ഞ അയാൾ ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങും. കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് പാടുക. 25 മിനിറ്റ് എങ്ങാണ്ട് അയാൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ ബാഗ് നിറച്ചും പാവേന ഉണ്ടാക്കുന്ന മെഷീൻസും പിന്നെ കുറെ സാത്താനിക് പുസ്തകങ്ങളുമായിരുന്നു. അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടില്ല. കോബിള് നേരിട്ട് ഈ കുടുംബങ്ങളെ കൊന്നതിന്റെ ഫിസിക്കൽ എവിഡൻസും ഇല്ല. എന്നാൽ സംശയത്തിന്റെ പേരിൽ കോബിളിനെ പിടിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഹീറോയിൻ അയാൾ ആ കത്തുകളിൽ എഴുതിയിരുന്ന പഴയൊരു വചനം പറയുകയാണ്. ആ വചനപ്രകാരം അവൻ തന്റെ ജോലി തീർത്തിട്ടില്ല. ഇനിയും ഒരു കുടുംബത്തെ കൊല്ലാൻ നിൽക്കുക. അതെന്തായാലും അവൻ ചെയ്യും. അവനെ മാത്രം പിടിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. ലോങ് ലെഗ്സ് തനിച്ചല്ല, അവന് സഹായിയായിട്ട് ആരോ ഉണ്ട്. എല്ലാ വീടുകളിലേക്കും എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഏതോ ഒരു വ്യക്തി അയാൾക്ക് സഹായിയായിട്ടുണ്ട്. ആ വ്യക്തി വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യും. ഇത് കേട്ട് സാറ് പറയും, നീ എന്തൊക്കെ മടത്തരായി പറയുന്നു? ആരാണ് അങ്ങനെ ഒരു വ്യക്തി? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ലേ, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? ലെറ്റർ എഴുതിയ ആളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവന്റെ കൈയക്ഷരമായിട്ട് ആ ലെറ്റേഴ്സ് മാച്ചാണ്. ആ എവിഡൻസ് മാത്രം മതി ഇവനെ കുറെ കാലം പൂട്ടിയിടാൻ. ഇനി കൊലപാതകങ്ങൾ ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ, ഇല്ല സാർ, ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു 13th ഡേറ്റ് കൂടെ മിസ്സിംഗ് ആണ്. അന്നേ ദിവസം ലോങ് ലെഗിന്റെ സഹായി വീണ്ടും കൊലപാതകം ചെയ്യും. കോബിളിന് മാത്രമേ, ലോങ് ലെഗിന് മാത്രമേ അതാരാണെന്ന് അറിയൂ. നമുക്കറിയില്ല. എനിക്ക് അയാളോട് സംസാരിക്കണമെന്ന് ഹീറോയിൻ പറയും. ഇവർക്ക് ആദ്യം സമ്മതിക്കാൻ മനസ്സുണ്ടാവില്ല. എന്നാലും വേറെ വഴിയില്ലാതെ സമ്മതിക്കും. പെണ്ണ് നേരെ ലോങ് ലെഗിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. ഹീറോയിനെ കണ്ടുടനെ ലോങ് ലെഗ് കരയാൻ തുടങ്ങും. ദി ഓൾമോസ്റ്റ് ബർത്ത്ഡേ ഗേൾ, നീ വന്നോ? നീ എനിക്ക് വേണ്ടി വന്നോ? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നീ ഒരു പോലീസുകാരി ആയപ്പോ ഞങ്ങൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു. എന്ത് രസമായിരുന്നു. ഹീറോയിൻ ചോദിക്കും, അതും പറഞ്ഞ് നീ ആരുടെ കൂടെയാണ് ചിരിച്ചത്? ദ 7th ഷീ, 7ാമത്തെ പെണ്ണിന്റെ കൂടെ. അവരെല്ലാവർക്കും ഞാൻ ഇതേ ചോയ്സാണ് കൊടുത്തത്. ആ ചോയ്സ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെസ്ട്രോയ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്താൽ നിനക്ക് അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്യാം. അതല്ലെങ്കിൽ പൂർണ്ണമായി നിങ്ങൾ ഇല്ലാതാകും. അതാണ് അവർക്കെല്ലാം സംഭവിച്ചത്. പക്ഷെ അവൾ അക്സെപ്റ്റ് ചെയ്തു. ഹീറോയിൻ ചോദിക്കും, അവൾ ആരാണ്? അവളാണോ നിന്റെ സഹായി? ഉടനെ വെള്ളക്കാരൻ പാടാൻ തുടങ്ങി. നോക്ക് നോക്ക് ഓൺ ദ ഫാം ഹൗസ് ഡോർ, എ നൈസ് ലേഡി വിത്ത് എ ബൈബിൾ ആൻഡ് കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് സെലക്ടഡ്. നിങ്ങൾക്ക് ചർച്ചിൽ നിന്നും ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ദ മാൻ ഫ്രം ദ ഡൗൺ സ്റ്റേഴ്സ് ഞങ്ങൾക്ക് തന്ന ഓർഡറാണ്. ഞങ്ങളത് നിർവഹിച്ചു. ക്യാമറ ഫാമിലിയുടെ ഫാം ഹൗസ്, അവിടെ ഒരുപാട് സമയം ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു. ഹീറോയിൻ ചോദിക്കും, കാരിയുടെ വീടിനെ കുറിച്ചാണോ താൻ പറയുന്നത്? കാരിയോട് ആശുപത്രിയിൽ ചെന്ന് നീ എന്താണ് സംസാരിച്ചത്? സത്യം പറ, അവൾ എന്താണ് നീ ചെയ്തത്? വെള്ളക്കാരൻ പറയും, ആ ഫാം ഹൗസിനേക്കാളും വെളുത്ത വീടായിരുന്നു നിന്റേത്. ഞാനും അവളും ചേർന്നുള്ള ജോലി, അത് ഇമ്മാക്കുലേറ്റ് ആയിരുന്നു, അതിമനോഹരമായ ജോലി. ഹീറോയിൻ പറയും, നിന്റെ ജോലിയെല്ലാം അവസാനിച്ചു. നീ എന്നേക്കുമായി ഇനി സെല്ലിനകത്തായിരിക്കും. ഇനി ഇവിടെ നിന്ന് 1 ഇഞ്ച് നിനക്ക് അനങ്ങാൻ കഴിയില്ല. നിന്റെ എല്ലാ കൊടും ക്രൂരതകളും അവസാനിച്ചു. അത് കേട്ട് വെള്ളക്കാരൻ പറയും, അതെ, എന്റെ അവസാനിച്ചു. ഞാൻ അവസാനിക്കാം. പക്ഷെ എന്റെ അംശം അത് കുറച്ചായി എല്ലായിടത്തും വെതറിക്കിടപ്പുണ്ട്. ഇതെല്ലാം അവന്റെ ഓർഡറാണ്. ഓ ദ മാൻ ഫ്രം ഡൗൺ സ്റ്റേഴ്സ്. ഹീറോയിൻ ചോദിക്കും, അതാരാണ്? ഹു ദ മാൻ ഫ്രം ഡൗൺ സ്റ്റേഴ്സ്? അതിനാ വൈറ്റ് വേം നിന്റെ അമ്മയോട് ചെന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട്. ഇവള് ഷോക്കാവും. എന്റെ അമ്മയോ? ഇവള് ഷോക്കായി നിൽക്കുമ്പോ തന്നെ ഹെയിൽ സാത്താൻ എന്നും പറഞ്ഞിട്ട് ഈ പിരിയൻ സ്വന്തം തല ടേബിളിലേക്ക് ഇടിച്ച് തല ചെതറി ചോരത്തെറിക്ക് അവിടെ തന്നെ മരണപ്പെടുകയാണ്. പെണ്ണിന്റെ ഹൃദയം നിലച്ചുപോയി. അവൾക്ക് ശ്വാസം മുട്ടും. സീനറിഞ്ഞ് മൂത്ത പോലീസുകാരൻ ഓടി വന്ന് ഇവളെ ചീത്ത പറയും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാത്ത റിസ്ക് എടുക്കണ്ടെന്ന്. ഇപ്പൊ കണ്ടോ, നമുക്ക് കിട്ടിയ ഒരു സസ്പെക്റ്റും സ്വയം തലയിടിച്ച് ചത്തു. ഇനി ഈ കേസിന്റെ കാര്യം ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താണ് കാണിച്ചു കൊടുക്കുക? അയാള് മാത്രമല്ല, കാരി തന്നെ. അവൾ ആശുപത്രി ജനലിൽ നിന്ന് താഴത്തേക്ക് ചാടി മരണപ്പെട്ടിരിക്കുന്നു. നീ പറയുന്നത് പോലെ ഇയാൾക്ക് ഒരു കമ്പനിക്കാരിയും കൂട്ടുകാരനുമില്ല. എല്ലാം ഇവൻ ഒറ്റയ്ക്കാ ചെയ്ത്. ആ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റി അവളെയും കൊല ചെയ്തു. ഓരോ മനുഷ്യനെയും മാനിപ്പുലേറ്റ് ചെയ്ത് സ്വയം കൊല്ലിക്കാണ് അവൻ ചെയ്തത്. ഇപ്പൊ അയാൾ മരണപ്പെട്ടു. ഇനി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
ഒരു ബ്ലാക്ക് മാജിക്കും ഇല്ല, ലുഡോയും ഇല്ല, ഡൂഡുവും ഇല്ല. ഇനി ഈ കേസ് ഡ്രോപ്പ് ചെയ്തേക്ക്, നമ്മളിത് ക്ലോസ് ചെയ്യാണെന്നും പറഞ്ഞ് സാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ ഹീറോയിൻ ഈ കേസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അവൾ തന്റെ കൊളീഗ് പെണ്ണിനെയും വിളിച്ച് അമ്മയെ ചെന്ന് കാണും. അവളെ വീട്ടിലേക്ക് ചെല്ലുന്നു. നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ, അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം, പറ്റിയില്ലെങ്കിൽ നമുക്ക് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവള് മാത്രം വീടിനകത്തേക്ക് ചെല്ലും. അവിടെ അമ്മയില്ല. ഈ സമയത്ത് അമ്മ ഒളിച്ചും പാത്തും കൂട്ടുകാരി പോലീസിന്റെ അടുത്തേക്ക് ഷോട്ട് ഗണ്ണും എടുത്തിട്ട് വന്നിരിക്കുക. പടോന്ന് പൊട്ടുന്നൊരു സൗണ്ട് ഹീറോയിൻ വീടിനകത്തുനിന്ന് കേൾക്കും. ഈ കൂട്ടുകാരി അമ്മ 2 ഭാഗത്തു നിന്നും തലയിൽ പൊട്ടിച്ച് തല ചെതറിച്ച് കൊന്നുകളഞ്ഞു. ഇവൾ ഉടനെ ചാടി തോക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങും. അമ്മ അവിടെ നോടി ഏതോ ഒരു കുഞ്ഞിന് മുന്നിലായി തോക്കും വെച്ച് നിൽപ്പുണ്ട്. ഇവള് തോക്ക് താഴെയുടെ അമ്മേ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് അടുത്തേക്ക് പോകും. നോക്കുമ്പോണ്ടാവും അമ്മ കുഞ്ഞിന് നേരെയല്ല തോക്ക് വെച്ചിരിക്കുന്നത്, ഒരു പാവക്കുട്ടിക്ക് നേരെയാണ്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ, നീ അവനെ പിടിച്ചല്ലേ, ഇപ്പൊ അവൻ ഫ്രീ ആയി, അവൻ രക്ഷപ്പെട്ടു. അതിന് ഹീറോയിൻ, അയാൾ രക്ഷപ്പെട്ടില്ല, അയാൾ മരണപ്പെട്ടു, അയാൾ മരിച്ചു പോയതാണമ്മേ, എല്ലാം അവസാനിച്ചു, ഇനി ആർക്കും ഒരു കുഴപ്പമില്ല, തോക്ക് താഴെയിടൂ, ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അമ്മ പറയും, നീയും രക്ഷപ്പെട്ടു മോളെ, യു ആർ ഫ്രീ ടു ഗോ എന്ന് പറഞ്ഞിട്ട് ആ പാവയുടെ തലയിൽ വെടിവെക്കും. തല പൊട്ടിച്ചെതറുമ്പോൾ ഇവളെ തലേന്ന് ഒരു കറുത്ത പുക വരുന്നുണ്ട്. പെട്ടെന്ന് പെണ്ണിന്റെ ബോധം പോയി, അവൾ നിലത്തേക്ക് വീണു. പഴയ ഓർമ്മകളാണ് ഇപ്പൊ അവൾക്ക് കാണുന്നത്. ആദ്യം കണ്ട സീന്, ഈ വെള്ളാട്ട പോക്കർ വീട്ടിലേക്ക് വന്ന് ചർച്ചിൽ നിന്നും നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഉണ്ടാക്കിയ പാവ ഹീറോയിന്റെ വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ പാവയ്ക്കകത്ത് ഇയാള് പ്രത്യേക മാജിക് പണിത് വെച്ചിട്ടുണ്ടാവും. ഒരു ഉണ്ട ബോളും വെച്ച് ഒരു പ്രത്യേക മാജിക്, ഒരു സാത്താനിക് റിച്വൽ. ആ സാത്താൻ ഈ കുഞ്ഞിനെ വേണം, അതിന്റെ ജോലിക്കാരിയായിട്ട് ഈ കുഞ്ഞിനെ വേണം. പക്ഷെ അമ്മ കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറാവില്ല. ഉടനെ അമ്മയെ കൊല്ലാൻ തുനിയാണ് ഈ വെള്ളപ്പോക്കർ. പക്ഷെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവന്റെ ജോലിക്ക് താൻ കൂട്ടുനിൽക്കാം, ഇവന്റെ എല്ലാ ജോലികൾക്കും ഞാൻ കൂട്ടുനിൽക്കാം, കുഞ്ഞിനെ മാത്രം വളരാൻ അനുവദിക്കൂന്ന് പറഞ്ഞ് അവളുടെ ജീവൻ ഭിക്ഷയായിട്ട് ചോദിക്കും. അതിന് ഈ ലോങ് ലെഗ്സ് സമ്മതിക്കുന്നുണ്ട്. അവന്റെ ജോലിക്ക്, സാത്താന്റെ ജോലിക്ക് അമ്മച്ചി കൂട്ടായിട്ട് നിന്നാൽ ഹീറോയിന് ഒരു അബദ്ധമില്ലാതെ അവള് വളരും. സോ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ പറയുന്ന ജോലികളൊക്കെ ഈ അമ്മച്ചി ചെയ്യാണ്. കന്യാസ്ത്രീയുടെ വേഷവും ധരിച്ച് ഓരോ വീടുകളിലേക്ക് ചെല്ലും. നിങ്ങൾക്ക് ചർച്ചിൽ നിന്നും ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഉണ്ടാക്കുന്ന പാവയെ ഈ വീട്ടുകാർക്ക് കൊടുക്കുന്നു. വീട്ടുകാരും സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നാൽ ആ പാവയ്ക്കകത്ത് ഈ ഉണ്ട ബോളൊക്കെ വെച്ചിട്ടില്ലേ, അതാണ് സാത്താൻ. സാത്താൻ വീടിനകത്തിരുന്ന് ആ വീട്ടിലെ ആൾക്കാരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. അവര് പരസ്പരം വെട്ടിച്ചാവുകയാണ്. ഇത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. മോള് വളർന്നുകൊണ്ടേയിരുന്നു. ഇതിലെ രസം എന്താന്ന് വെച്ചാൽ, ഹീറോയിന്റെ വീടിനടിയിലെ ബേസ്മെന്റിലാണ് ഇത്രയും കാലം ആ ലോങ് ലെഗ്സ് ഒളിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവളെ അമ്മയുടെ കൂടെയാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഇപ്പോഴാണ് അവൾ കണ്ടുപിടിക്കുക. രാത്രി ഹീറോയിന് ഒരു കോള് വരും. നീ വൈകിപ്പോയല്ലോ, ഇന്ന് റൂബിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. അതായത് പോലീസുകാരന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. അവളുടെ പിറന്നാളും 14th വരുന്നത്. ഉടനെ ഉള്ള ബോധവും കൊണ്ട് പെണ്ണ് കാറും എടുത്ത് പുറപ്പെടും. ഈ കാറ് മറ്റാരുടേതുമല്ല, നമ്മുടെ സൈത്താൻ ലോങ് ലെഗ്സിൻ്റെതായിരുന്നു. പോലീസുകാരന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഹാർക്കർ, നീ എത്തിയോ, വരൂ അകത്തേക്ക് വരുമെന്ന് പറയും. ഹീറോയിൻ, ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പേടിച്ചിട്ടാ ഓടി വന്ന്. അയാൾ പറയും, കുഴപ്പമൊന്നുമില്ല. റൂബി അവളുടെ സമ്മാനപ്പൊതികൾ തുറക്കുകയായിരുന്നു, വായോ അകത്തേക്കെന്നും പറഞ്ഞ് ഡോർ അടച്ച് ഇവള് ഹീറോയിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ പാവക്കുട്ടീനെയും കൊടുത്ത് ഇവൾ അമ്മ ഇരിപ്പുണ്ടാവും അവരെ വീടിനുള്ളിൽ. ഇത് കണ്ട പെണ്ണ് ഷോക്കായി. സാർ, ഇതെന്റെ അമ്മയാണ്, ഇവരായിരുന്നു ലോങ് ലെഗ്സിന് കൂട്ടുകാരിയായിട്ടുണ്ടായിരുന്നത്, ഇവരാണ് കൊല്ലാൻ സഹായിച്ചെന്ന് പറയുമ്പോഴേക്കും പോലീസുകാരൻ ചൂടാവുക. സിറ്റ് ഡൗൺ, മിണ്ടരുത്, അവിടെ ഇരിക്കെ. അപ്പൊ അമ്മയാണെങ്കിൽ ഞാനൊരു ഫ്രണ്ട് മാത്രമാണ്, മറ്റൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഈ പോലീസുകാരനോ കാർട്ടറുടെ ഭാര്യയോ മോളോ ആരും തന്നെ ഹീറോയിൻ പറയുന്നത് കേൾക്കുന്നില്ല. ഒരുമാതിരി കഞ്ചാവടിച്ച കോലത്തിരിക്കുകയായിരിക്കും ഇവര്. ഹീറോയിൻ ഇവരെ എന്ത് പറഞ്ഞിട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അയാള് ഭാര്യയെ നമുക്ക് കിച്ചണിലേക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അമ്മയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അമ്മ അരുത്, ഇനി ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അമ്മയാണെങ്കിൽ ഇവര് 3 പേരും കൊല്ലപ്പെടണം മോളെ, അത് വിധിയാണ്. അങ്ങനെ സംഭവിച്ചാലേ നമ്മൾ മരിക്കാതിരിക്കുള്ളൂ, നമ്മൾ വെന്ത് മരിക്കാതിരിക്കുള്ളൂ. ഇവര് മരണപ്പെടണം, എന്നാലേ എന്റെ മോള് ജീവിക്കുള്ളൂ. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അമ്മ ഇങ്ങനെ ഓരോ കുടുംബങ്ങളെ കൊന്നു പിന്നെ അതില് സന്തോഷം കണ്ടെത്തുമായിരുന്നു. അവരങ്ങനെ സൈക്കോ ആയി മാറിയിട്ടുണ്ട്. ഹീറോയിന് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവള് കൊച്ചിനെ എടുത്ത് രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ആ പോലീസുകാരനുണ്ട് ഭാര്യയെ കുത്തിക്കൊന്നിട്ട് ഇവരെയും കൊല്ലാൻ വേണ്ടി കത്തി എടുത്തുകൊണ്ട് വരുന്നു. ഇവൾക്ക് വേറെ വഴിയില്ല. ഇവള് തോക്കെടുത്ത് കൊച്ചിന്റെ അപ്പനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. ഉടനെ അമ്മ അവിടെ നിന്ന് ചാടി ഇറങ്ങും. അവരുടെ കയ്യിലുണ്ട് ഒരു കത്തി. ആ കുഞ്ഞിനെ എനിക്കിതാന്ന് പറഞ്ഞ് ഇവര് കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെയും വേറെ വഴിയില്ലാതെ അവള് സ്വന്തം അമ്മേനെയും വെടിവെച്ച് കൊന്നിട്ട് കിട്ടിയ ആ കൊച്ചിനെ മാത്രം രക്ഷപ്പെടുത്തി ഈ സാത്താന്റെ ബൊമ്മയെ തലയെ വെടിവെച്ച് പൊട്ടിച്ചില്ലാതാക്കാൻ ശ്രമിക്കും. പക്ഷെ തോക്കിന്റെ കാഞ്ചി വലിക്കുമ്പോൾ വെടി പൊട്ടുന്നില്ല. ഒരു സാധാരണ പെണ്ണും സാത്താനും തമ്മിൽ പോരാട്ടം. വെടി പൊട്ടുന്നില്ല. അപ്പൊ ആ സാത്താൻ ഇനിയും ജീവിക്കും, അത് വീണ്ടും തിരിച്ചു വരും എന്ന് സാരം. അതിനോട് പോരാടാൻ തയ്യാറായി നിൽപ്പാണ് നമ്മുടെ ലീ ഹാർക്കർ. അവിടെ വെച്ച് ദ
ലോങ് ലെഗ്സ് എന്ന സിനിമ അവസാനിക്കും. സാത്താനെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റിയില്ല, കുറച്ചില്ലാണ്ടാക്കിയില്ലേ, അതുകൊണ്ട് സന്തോഷിക്കാം. ചിലപ്പോൾ അടുത്ത പാർട്ടിൽ കുറച്ചുകൂടെ ഇല്ലാണ്ടാക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ മൊത്തം ഇരുട്ടും പുകയായതുകൊണ്ട് എവിടെയാണ് കുറ്റം എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത്തിരി വെളിച്ചമുണ്ടെങ്കിൽ കോണിയ ഭാഗം കണ്ടുപിടിക്കായിരുന്നു. ഡയറക്ടർ ബ്രില്യൻസ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലറുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.